മഹീന്ദ്ര ഇന്ന് മുംബൈയിലെ 4 കോൺസെപ്റ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോൺസെപ്റ്റും അതുമാത്രമല്ല Thar.ev ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ബേസിലാണ് വരാൻ പോകുന്നത്. സോ നമുക്ക് ഈ വാഹനത്തിനെ കുറച്ച് കൂടുതൽ പരിചയപ്പെടാം. സോ ബേസിക്കലി ഇവിടെ വിഷൻ ടി എന്ന് എഴുതിയിട്ടുണ്ട്. സോ ഈ ഒരു വിഷൻ ടിയുടെ ആ ഒരു സെയിം പ്ലാറ്റ്ഫോം അതുപോലെ സെയിം ടെക്നോളജിയാണ് ഫ്യൂച്ചറിൽ, അതായത് ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ അധികം ദൂരമൊന്നുമില്ല, 2027 നമുക്ക് പുതിയ Thar പ്രതീക്ഷിക്കാം. സോ ബേസിക്കലി ഈ ഒരു വാഹനത്തിൻ്റെ അകത്ത് ഡിസൈനിനെ കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആക്ച്വലി ഭയങ്കര അപ്പീലിംഗ് ആണ് ഇതിൻ്റെ ഡിസൈൻ. അതിൻ്റെ റീസൺ വേറെ ഒന്നുമില്ല, കോൺസെപ്റ്റാണ്. കോൺസെപ്റ്റിൻ്റെ അകത്ത് നല്ല രീതിക്കുള്ള മാറ്റങ്ങൾ വരാൻ ചാൻസസ് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന രീതിക്ക് നോക്കാം. എനിക്ക് ആക്ച്വലി വണ്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. റീസൺ എന്താ വെച്ചാൽ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആണ്, റഗഡാണ്. അപ്പോൾ വെർട്ടിക്കൽ സ്ലാറ്റ്സ് കാണാൻ പറ്റും. ഇതൊക്കെ എത്രത്തോളം ഇതിൻ്റെ ഒറിജിനൽ വേർഷനിൽ വരും എന്നുള്ള കാര്യം നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അതുപോലെ ഹെഡ് ലാമ്പ്സ് ഭയങ്കര സ്ലീക്കാണ്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ചങ്കി ആയിട്ടുള്ള ടയേഴ്സും അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഈ ഒരു വാഹനത്തിന് 27 ഡിഗ്രിയുടെ അപ്രോച്ച് ആംഗിൾ ഉണ്ടാവും. അതായത് ഈ ഒരു വാഹനമായിട്ട് നമുക്ക് എവിടെയും കയറി ചെല്ലാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഫസ്റ്റ് ലുക്ക്. പക്ഷേ എനിക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യം വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള കുറേ ടെക്നോളജിയും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളാണ്. ഒന്നൊന്നായിട്ട് നോക്കാം. വെൽക്കം ടു ഓൾ തിങ്സ് ഓട്ടോ. സോ ഇവിടെ വന്ന എല്ലാ കോൺസെപ്റ്റ്സും ബേസ്ഡ് ഓൺ NUIQ എന്നൊരു പ്ലാറ്റ്ഫോമാണ്. സോ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് നമുക്ക് പെട്രോൾ വാഹനം അല്ലെങ്കിൽ ഐസ് വാഹനങ്ങൾ ഇറക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഐസ് വിത്ത് ബാറ്ററി വാഹനങ്ങൾ, ശരിക്കും പറഞ്ഞാൽ ഹൈബ്രിഡ് വാഹനങ്ങൾ, അതിൽ പാരലൽ ഹൈബ്രിഡ് വാഹനം ഇറക്കാൻ പറ്റും. ഇനി വേണമെങ്കിൽ നമുക്ക് വൺലി ഐസ് വാഹനങ്ങൾ ഇറക്കാൻ പറ്റും. അതുമാത്രമല്ല ഈ വാഹനത്തിൻ്റെ വേറെ ഏറ്റവും വലിയ പ്രത്യേകത ഇരിക്കുന്നത് ഇതിൻ്റെ വീൽ ബേസിലാണ്. സോ ഈ ഒരു വീൽ ബേസ് എന്ന് പറയുന്നത് 2665 mm ആണ്. ഈ ഒരു വീൽ ബേസിൽ ഒരു മാറ്റം വരില്ല, പക്ഷേ വാഹനത്തിൻ്റെ ലെങ്ത്തിൽ മാറ്റം വരുത്താൻ സാധിക്കും. സോ ഇപ്പോൾ ഈ ഒരു വാഹനത്തിന് 4 മീറ്റർ ആണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ സെയിം വീൽ ബേസ് വെച്ചിട്ട് ഒരു 4.3 വാഹനം ഡിസൈൻ ചെയ്യാൻ സാധിക്കും. സോ അവിടെ വരുന്ന ഡിസൈൻ എലമെൻറ്റ്സിൽ എവിടെയാണ് ചേഞ്ചസ് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഓവർ ഹാങ്ങിലാണ്. അപ്പോൾ ബേസിക്കലി ഇതിനേക്കാളും കുറച്ചും കൂടി ഓവർ ഹാങ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു 4.3 അല്ലെങ്കിൽ 4.6 എന്ന രീതിക്ക് വാഹനങ്ങൾ തന്നെ ഡിസൈൻ ചെയ്യാം. സോ ഇതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സോ ബേസിക്കലി ഇതൊരു C സെഗ്മെൻറ്റ് വാഹനമാണ്. ഈവൻ ഇറ്റ് ലുക്സ് ലൈക്ക് ആൻ SUV. അപ്പോൾ ഇങ്ങനത്തെ വാഹനങ്ങളകത്ത് എപ്പോഴും കോംപ്രമൈസ് ചെയ്യുന്നത് റൈഡ് ക്വാളിറ്റിയിലാണ്. സോ ഈ ഒരു വാഹനത്തിന് അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിൽ അവർ ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ സസ്പെൻഷനിൽ അവർ കുറേ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. സോ C സെഗ്മെൻറ്റ് വാഹനങ്ങളുടെ അകത്ത് ഇനി മുതൽ നമുക്ക് 5 ലിങ്ക് സസ്പെൻഷൻ പ്രതീക്ഷിക്കാൻ സാധിക്കും. ഒരു എക്സാമ്പിളായി പറയുകയാണെങ്കിൽ മഹീന്ദ്രയുടെ XCV9 വാഹനം ഇത്രത്തോളം ആളുകൾ വാങ്ങുന്നത് അതിൻ്റെ സസ്പെൻഷൻ അല്ലെങ്കിൽ റൈഡ് ക്വാളിറ്റി കാരണമാണ്. സോ സെയിം റൈഡ് ക്വാളിറ്റി നമുക്ക് ഇനി മുതൽ Thar.ev എന്നൊരു വാഹനത്തിലും പ്രതീക്ഷിക്കാം. സോ ഇൻ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന Thar.evക്ക് ലോ മാസ് ഡെൻസിറ്റി ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ വണ്ടി കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും വലിയൊരു വണ്ടിയാണ്, ഭയങ്കര ബിൽട്ടാണ്. സോ നമുക്ക് തോന്നുമായിരിക്കും ഈ വണ്ടിക്ക് നല്ല വെയിറ്റ് വരും. അങ്ങനെ വെയിറ്റ് വരുമ്പോൾ ഓബ്വിയസ്ലി EV ആകുമ്പോൾ നമുക്ക് പെർഫോമൻസിൻ്റെ അകത്ത് നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. സോ അങ്ങനെ ഒന്നുമില്ല. അതായത് ഈ വാഹനത്തിൻ്റെ മെറ്റീരിയൽസും ബാക്കി എല്ലാ കാര്യങ്ങളിലും ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് കുറഞ്ഞ രീതിക്കാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരും, വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സേഫ്റ്റീനെ ബാധിക്കുമോ? സോ സേഫ്റ്റീനെ ബാധിക്കില്ല. അതിൻ്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഈ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് ആക്ച്വലി ട്വിൻ ട്രൈഡൻറ്റ് സേഫ്റ്റി യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഹൈ ടെൻസ്റ്റൈൽ സ്റ്റീൽസ് ആണ് ഈ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ വരുന്നത്. സോ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൊത്തം താഴത്തെ ആ ഒരു ഫ്ലോറ് അബ്സോർവ് ചെയ്യും. അതുമാത്രമല്ല പാസഞ്ചർ കമ്പാർട്ട്മെൻറ്റിൽ ഒരു രീതിക്കുള്ള കുലുക്കോ ഇളക്കോ വരില്ല. ഈ ഒരു വാഹനം കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഇൻറ്റീരിയേഴ്സ് റിവീൽ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻറ്റീരിയേഴ്സാണ് ഞാൻ കണ്ട വാഹനങ്ങളിലെ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത കാര്യം എന്താ വെച്ചാൽ ഈ വാഹനത്തിനകത്ത് വന്ന വേരിയബിൾ പിച്ചാണ് ഇൻ ദ സ്റ്റിയറിംഗ്. അതായത് ഈ ഒരു സ്റ്റിയറിംഗിൻ്റെ ടേണിംഗ് റേഡിയസ് ഈ ഒരു സൈസ് ഒന്നും കണ്ട് ഞെട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് ചെറിയ ആ ഒരു ഏരിയയിൽ തന്നെ ഇതിനെ തിരിച്ചെടുക്കാൻ സാധിക്കും. സോ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. Thar ഇറങ്ങിയപ്പോൾ എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. പക്ഷേ അവർ ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ അവർക്ക് മിസ് ഔട്ട് ആയിട്ടുള്ളൂ. സാധാരണ സ്പേസ്. പക്ഷേ വിഷൻ ടി അല്ലെങ്കിൽ ഇനി പുതിയ ഇറങ്ങാൻ പോകുന്ന Thar.evയുടെ അകത്ത് സ്പേസിന് ഒരു കുറവും വരില്ല. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്ന ആ ഒരു ബൂട്ട് കപ്പാസിറ്റി. അപ്പോൾ മഹീന്ദ്ര എന്ന് പറയുന്നത് ഇതിനകത്ത് 644 ലിറ്റർ ഓഫ് ബൂട്ട് സ്പേസ് ഉണ്ട്. അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിലൊരു 6 അടി ഉള്ള ഒരാൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബാക്കിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ റോയിൽ ഒരു 6 ഫൂട്ടറിന് ഇരിക്കാൻ സാധിക്കും. സോ ആ ഒരു Thar ഇനീഷ്യലി ഇറങ്ങിയപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടല്ലോ ബൂട്ടിൻ്റെ, അത് ഇനി മുതൽ Thar.evയിൽ വരില്ല. സോ ഇതൊക്കെയായിരുന്നു വിഷൻ ടി എന്നൊരു വാഹനത്തിൻ്റെ ഇൻസൈറ്റ്. ഇത് മാത്രമല്ലാതെ ഈ വാഹനത്തിൻ്റെ ഷേപ്പും സൈസൊക്കെ നോക്കുകയാണെങ്കിൽ എവിടെയെങ്കിലൊക്കെ നമുക്ക് ഡിഫൻഡറും അതുപോലെ ബാക്കിയുള്ള വാഹനങ്ങളുമായിട്ട് ഇത് ഓർമ്മിപ്പിക്കുന്നുള്ള കാര്യം പറയാം. ഞാൻ പറഞ്ഞിരുന്നു ഈ വാഹനത്തിന് എല്ലാത്തിനും 28 ഡിഗ്രിയുടെ അപ്രോച്ച് ആംഗിളും അതുപോലെ ഡിപ്പാർച്ചർ ആംഗിളുടെ അതുപോലെ തന്നെ ഇനി ഈ ഒരു കോൺസെപ്റ്റിൽ ഇറങ്ങാൻ പോകുന്ന ബാക്കി എല്ലാ വാഹനങ്ങൾക്കും ഇതുപോലെ തന്നെ അറൗണ്ട്
220 mm ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ടാവും. ഇനി റിയർ ആണ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു വാഹനം ഇനിയിപ്പോൾ ഈ ഒരു കോൺസെപ്റ്റൊക്കെ മാറിയിട്ട് റിയലിസ്റ്റിക് ഇറങ്ങുമ്പോൾ ഒരു 80 to 90% ഇതുപോലെ തന്നെ ഇറക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മഹീന്ദ്രയുടെ ആ ഒരു സ്റ്റേബിളിൽ അടുത്തൊരു സക്സസറാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ ഇതെല്ലാം പറഞ്ഞത് വിഷൻ ടിയെ കുറിച്ചാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് വിഷൻ എസിനെ കുറിച്ചാണ്. അപ്പോൾ ബേസിക്കലി ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാത്തിലും അപ്ലൈ ചെയ്യും. ഇപ്പോൾ ഈ ഒരു വിഷൻ ടിയും വിഷൻ എക്സും ടെക്നിക്കലി മെക്കാനിക്കലി അത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ പ്ലാറ്റ്ഫോം വൈസൊക്കെ സെയിം ടു സെയിം ആണ്. ഡിസൈനിൽ മാത്രമേ ഉള്ളൂ ചെറിയ ചെറിയ മാറ്റങ്ങളിൽ. സോ ഈ ഒരു വിഷൻ എസ് മാത്രമല്ലാതെ ഇനി വിഷൻ എക്സ് ഉണ്ട്. അപ്പോൾ ഇത് ബേസിക്കലി ഒരു കേവ് ടൈപ്പ് അല്ലെങ്കിൽ ഒരു കൂപ്പേ ടൈപ്പ് ഓഫ് ഡിസൈൻ ആണ്. സോ ഇൻ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാറുകൾക്കൊക്കെ ഈ ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് മഹീന്ദ്ര അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇത് മാത്രമല്ലാതെ ഈ ഒരു റഗഡ്നെസ് നിങ്ങൾക്ക് തീരെ പോരെങ്കിൽ അവിടെ വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതാണ് കോൺസെപ്റ്റ് SXT അല്ലെങ്കിൽ വിഷൻ SXT എന്ന് പറയാം. സോ ബേസിക്കലി ഇതൊരു ഥാർ എന്നൊരു വാഹനത്തിൻ്റെ കുറച്ചും കൂടി ഓഫ് റോഡർ വേർഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ ഇതൊക്കെയായിരുന്നു 4 പുതിയ കോൺസെപ്റ്റ് ഫ്രം മഹീന്ദ്ര. അതുമാത്രമല്ല ഇതുപോലത്തെ രസകരമായിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഓൾ തിങ്സ് ഓട്ടോ യൂട്യൂബിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ലാതെ നമ്മൾ മാതൃഭൂമി ന്യൂസ് ചാനലുണ്ട്, അവിടെ നമ്മൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്.